പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന ലെസണുമായി ബന്ധപ്പെട്ട ഏതാനും ഡിസ്കോഴ്സുകൾ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. വരുന്ന SSLC ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നോൺ ഫോക്കസ് ഏരിയ ലെസൺസ് എന്ന വിഭാഗത്തിലാണ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന ലെസൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അത്ര പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. എങ്കിലും ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും വായിക്കുന്നതും മനസ്സിലാക്കുന്നതും ഈ ലെസൺ ശരിയാം വിധം അറിയാൻ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകും. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ്, ഡിസ്കോഴ്സസ് ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് PDF രൂപത്തിൽ ലഭ്യമാക്കാൻ അതിന് ആവശ്യമായ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾ PDF കണ്ട് വായിച്ച് കാര്യങ്ങൾ പഠിക്കുക. ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് ഓരോ തരം ഡിസ്കോഴ്സുകളും ഏത് രൂപത്തിലാണ് തയ്യാറാക്കേണ്ടത്, അവയുടെ പ്രത്യേകതകൾ, അവയുടെ ഫോമാറ്റ് ശരിയാം വിധം മനസ്സിലാക്കാനും ശ്രമിക്കുക. മറ്റൊരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 20 മാർക്കോളം ഗ്രാമർ വിഭാഗത്തിൽ നിന്നായിരിക്കും. ഗ്രാമർ വിഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഡിറ്റിംഗ്, ക്ലോസ് ടൈപ്പ്, അതായത് ഒരു പാസേജ് പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, റിലേറ്റീവ് പ്രൊനൗൺസ് തുടങ്ങിയ പദങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ഫ്രേസൽ വെർബ്സ്, അതുപോലെ തന്നെ കംപ്ലീറ്റിംഗ് എ കോൺവെർസേഷൻ, ഇത്തരമൊരു ചോദ്യത്തിലൂടെ ക്വസ്റ്റ്യൻ ടാഗ്, ക്വസ്റ്റ്യൻ ഫോർമേഷൻ, WH ക്വസ്റ്റ്യൻസ്, yes or no ആൻസർ ക്വസ്റ്റ്യൻസ്, കണ്ടീഷണൽ സെൻറ്റൻസസ് അഥവാ ഇഫ് ക്ലോസ്, ഹാഡ് ബെറ്റർ, വുഡ് റാദർ, വിഷ് തുടങ്ങിയ പ്രയോഗങ്ങളുടെ ഉപയോഗം, സെൻറ്റൻസ് അനാലിസിസ് അഥവാ നൗൺ ഫ്രേസുകൾ, വേർബ് ഫ്രേസസ്, പ്രിപ്പസിഷണൽ ഫ്രേസസ്, റിലേറ്റീവ് ക്ലോസസ് ഇവ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച് തുടങ്ങിയ ഗ്രാമർ ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടും. റിപ്പോർട്ടഡ് സ്പീച്ച് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിരുന്നില്ല. ഈ പ്രാവശ്യം ചോദിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാനാകില്ല. റിപ്പോർട്ടഡ് സ്പീച്ച് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള 3 മോഡൽ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 1, കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ സ്യൂട്ടബ്ലി. ജങ്ക് കളക്ടർ, ഐ തിങ്ക് യു ഹാവ് ഗോട്ട് സംതിങ് ടു ആസ്ക് മീ, കോമ, ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്, അത് ഒരു കോമയിൽ നിർത്തിയിരിക്കുന്നു. കോമ കഴിഞ്ഞ് ഒരു ഡാഷ്, അവസാനിപ്പിക്കേണ്ടത് ക്വസ്റ്റ്യൻ മാർക്കോടെ. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കേണ്ട ചോദ്യം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ ടാഗ് എന്ന് മെൻഷൻ ചെയ്യില്ല. നാം കണ്ടറിയണം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോമയിൽ നിർത്തി അത് കഴിഞ്ഞ് ഒരു ഡാഷ്, അവസാനിപ്പിക്കേണ്ടത് ക്വസ്റ്റ്യൻ മാർക്കോടെ. എന്നാൽ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാനുള്ളതല്ല എന്നും തിരിച്ചറിയുക. അടുത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവോ പോസിറ്റീവോ എന്ന് പരിശോധിക്കുക. ഇവിടെ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് ടാഗ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പ്രകടമായ ഒരു ഓക്സിലറി വേർബ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അതേ ഓക്സിലറി വേർബിനെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് ചേർക്കുക. ഇല്ല എങ്കിൽ മെയിൻ വേർബ് പരിഗണിച്ച് മെയിൻ വേർബ് ബേസ് രൂപത്തിലാണെങ്കിൽ ഡു എന്നും, എസ് ഫോമിലാണെങ്കിൽ ഡസ് എന്നും, സിമ്പിൾ പാസ്റ്റ് രൂപത്തിലാണെങ്കിൽ ഡിഡ് എന്നും ക്വസ്റ്റ്യൻ ടാഗിലേക്ക് എടുക്കുക. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഐ തിങ്ക് യു ഹാവ് ഗോട്ട് സംതിങ് ടു ആസ്ക് മീ 2 പാർട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ആ മെയിൻ ക്ലോസ്
അഥവാ ഐ തിങ്ക് എന്നുള്ള ഭാഗം അതിന് പ്രാധാന്യമില്ല. ഐ തിങ്ക്, ഐ ബിലീവ്, ഐ സപ്പോസ്, ഐ സീ, ഐ ഇമാജിൻ ഇങ്ങനെ തുടങ്ങുന്ന സെൻറ്റൻസുകളിൽ സബോർഡിനേറ്റ് ക്ലോസ് അഥവാ തുടർന്ന് വരുന്ന യു ഹാവ് ഗോട്ട് സംതിങ് ടു ആസ്ക് മീ ഇത്തരത്തിലുള്ള പാർട്ടിലെ ഓക്സിലറി വേർബും അതിലെ സബ്ജക്റ്റുമാണ് ടാഗിന് പരിഗണിക്കേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ തിങ്ക് അവഗണിക്കുക. ഇവിടെ ഹാവ് എന്നുള്ള ഓക്സിലറിയെ നെഗറ്റീവാക്കി ഹാവൻറ്റ്, യു എന്നുള്ള സബ്ജക്റ്റിനെ ചേർത്ത് ഹാവൻറ്റ് യു എന്നാണ് ടാഗ് ചേർക്കേണ്ടത്. ഇതിന് അലി നൽകുന്ന മറുപടി യെസ്. യെസ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പാണ്. ആ ആൻസർ അവിടെ തീർന്നു. തുടർന്നൊരു ഡാഷ്. ഇത് പൂർണ്ണമായ ഒരു ക്വസ്റ്റ്യനാണ്, അല്ലാതെ യെസ് എന്നുള്ളതിൻ്റെ ഒരു ഭാഗമല്ല ഇത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. പൂർണ്ണമായ ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് തിരിച്ചറിയാൻ ജങ്ക് കളക്ടർ നൽകുന്ന ആൻസർ പരിശോധിക്കുക. യെസ്, ഐ ഗോ ടു അക്ബേഴ്സ് വെജിറ്റബിൾ ഷോപ്പ് ഡെയിലി ടു കളക്ട് ജങ്ക് എന്നാണ് ജങ്ക് കളക്ടർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആൻസർ യെസ് കൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ചേർക്കേണ്ട ക്വസ്റ്റ്യൻ ഒരു യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു ഓക്സിലറി വേർബ് കൊണ്ടായിരിക്കും തുടങ്ങുന്നത്. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് അറിയാൻ ജങ്ക് കളക്ടറുടെ ആൻസർ കൂടെ പരിശോധിക്കുക. ഐ ഗോ ടു അക്ബേഴ്സ് വെജിറ്റബിൾ ഷോപ്പ് ഡെയിലി ടു കളക്ട് ജങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ നിത്യേന അക്ബറുടെ വെജിറ്റബിൾ ഷോപ്പിൽ വേസ്റ്റ് കളക്ട് ചെയ്യാൻ പോകുന്നു. സ്വാഭാവികമായും താങ്കൾ അവിടെ നിത്യേന പോകാറുണ്ടോ എന്നായിരിക്കും ചോദ്യം. അത് ചോദിക്കേണ്ടത് ഡു യു ഗോ ടു അക്ബേഴ്സ് ഷോപ്പ് ഡെയിലി ടു കളക്ട് ജങ്ക് എന്നായിരിക്കണം. അലി, ഹാവ് യു ഗോട്ട് എ പാർസൽ ഓഫ് ഷൂസ് ഫ്രം ദർ? അവിടെ നിന്ന് ഷൂ അടങ്ങുന്ന ഒരു ബാഗ്, ഒരു പാർസൽ താങ്കൾക്ക് ലഭിച്ചോ? ഐ ലോസ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഷൂസ്. ജങ്ക് കളക്ടർ, നോ. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നു, ബട്ട് ഐ ആം നോട്ട് ഷുവർ, എന്നാൽ എനിക്ക് ഉറപ്പില്ല. ഐ മൈറ്റ് ഹാവ് ടേക്കൺ ഇറ്റ് ബൈ മിസ്റ്റേക്ക്, അബദ്ധത്തിൽ ഒരുപക്ഷെ ഞാനത് എടുത്തിട്ടുണ്ടാകാം. ഇതിനോട് അലി പ്രതികരിക്കുന്നത്, പ്ലീസ് ചെക്ക് ഇൻ യുവർ കാർട്ട്, താങ്കളുടെ വണ്ടിയിൽ ഒന്ന് പരിശോധിക്കുക. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ഇഫ്, വലിയൊരു ഉപകാരമായിരിക്കും, ഇഫ് എങ്കിൽ എന്ന് പറഞ്ഞ് ആ സെൻറ്റൻസ് അവിടെ ഒരു ബ്ലാങ്ക് നൽകി നിർത്തിയിരിക്കുകയാണ്. നാം അത് കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഒരു ഇഫ് ക്ലോസ് ആണ് ചേർക്കേണ്ടത്. അതിൻ്റെ മെയിൻ ക്ലോസ് ആണ് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ്. മെയിൻ ക്ലോസിലെ വേർബ് ശ്രദ്ധിക്കുക, വിൽ പ്ലസ് വേർബ് എന്ന രൂപത്തിലാണ്, വിൽ ബി. അപ്പോൾ ഇഫ് ക്ലോസിൽ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വേർബാണ് ചേർക്കേണ്ടത്. ഇനി എന്താണ് അവിടെ ചേർക്കേണ്ടത് എന്നുള്ളത് ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കുക. ജങ്ക് കളക്ടർ പറയുന്നു, അതുകൂടെ വായിച്ചാണ് നമുക്കതിനുള്ള സൂചന ലഭിക്കുന്നത്. ലെറ്റ് മീ ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ഫോർ യു, നിനക്ക് വേണ്ടി അത് കണ്ടെത്താൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അലി പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വേണ്ടി അതൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു സഹായമായിരിക്കും. അപ്പോൾ അതിനനുസൃതമായി ഇത് ചേർത്തെഴുതുക. ഇഫ് യു ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ഫോർ മീ, ട്രൈ എന്നുള്ള സിമ്പിൾ പ്രസൻറ്റ് വേർബ് ചേർത്തത് ശ്രദ്ധിക്കുക. ജങ്ക് കളക്ടർ തുടർന്ന് പറയുന്നു, മീൻ വൈൽ യു ഹാഡ് ബെറ്റർ ഡാഷ്, അതിനിടക്ക് നിനക്ക് നല്ലത്, ഹാഡ് ബെറ്റർ എന്നുള്ളത് ഒരു അഡ്വൈസ് കൊടുക്കുന്നതാണ്. നീ ഇത് ചെയ്യുക എന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യാൻ അദ്ദേഹം ഉപദേശിക്കുന്നത് എന്നുള്ളത് തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും. അലി, ഹാവ് ഓൾറെഡി സെർച്ച്ഡ് മെനി ടൈംസ് ഇൻ ദ വെജിറ്റബിൾ ഷോപ്പ് ബട്ട് ഇൻ വെയിൻ, ഞാൻ പല പ്രാവശ്യം വെജിറ്റബിൾ ഷോപ്പിൽ അന്വേഷിച്ചു, തിരഞ്ഞു, പക്ഷേ ഫലമുണ്ടായില്ല. ഇതാണ് അലിയുടെ പ്രതികരണം. അതിൽ നിന്നാണ് നാം ജങ്ക് കളക്ടറുടെ അഡ്വൈസ് ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ശ്രമിക്കാം, അതിനിടയ്ക്ക് നീ ആ ഷോപ്പിൽ പോയി ഒന്നുകൂടെ തിരയൂ എന്നായിരിക്കണം ഉപദേശം കൊടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഹാഡ് ബെറ്റർ എന്നുള്ള പ്രയോഗം കഴിഞ്ഞാൽ എന്താണോ നാം പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ബേസ് വേർബ് ചേർത്ത് മാത്രം പറയുക. ഇതിൻ്റെ ആൻസർ എഴുതുക. യു ഹാഡ് ബെറ്റർ സെർച്ച് ഇൻ ദ വെജിറ്റബിൾ ഷോപ്പ്. സെർച്ച് എന്നുള്ള ആ വേർബിനെ ബേസ് രൂപത്തിൽ ചേർത്തിരിക്കുന്നു.
സെർച്ച്ഡ് എന്ന പാസ്റ്റ് രൂപത്തിലോ ടു സെർച്ച് എന്ന ടു ഇൻഫിനിറ്റീവ് രൂപത്തിലോ സെർച്ചസ് എന്ന എസ് ഫോമിലോ സെർച്ചിങ് എന്നുള്ള ING ഫോമിലോ ഒന്നും ആഡ്വെർബിന് ശേഷം ചേർക്കരുത്. ഏത് വേർബും അതിൻ്റെ ബേസ് രൂപത്തിൽ. ദെൻ ജൻ കളക്ടർ ഓക്കെ ടിയ ഐ വിഷ്. വിഷ് എന്ന പ്രയോഗത്തിൻ്റെ ഉപയോഗമാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, വിഷ് കഴിഞ്ഞാൽ നാം പറയുന്ന കാര്യം സിമ്പിൾ പാസ്റ്റ് രൂപത്തിലാണ് പറയേണ്ടത്. അതിന് പാസ്റ്റ് മീനിങ് ഇല്ല. എന്നിരുന്നാലും സംഭവിക്കാത്തൊരു കാര്യം, നടക്കാത്തൊരു കാര്യം എന്ന രൂപത്തിൽ ഒരാഗ്രഹം മാത്രം എന്ന് പ്രകടിപ്പിക്കാനാണ് ആ പാസ്റ്റ് രൂപം ഉപയോഗിക്കുന്നത്. ഐ വിഷ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ചേർക്കേണ്ടതെന്നുള്ളത് കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കുക. അലിയുടെ പാർട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു അങ്കിൾ, ഐ ആം ഷുവർ യു ക്യാൻ ഹെൽപ്പ് മീ. താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ ആഗ്രഹം ഇതായിരിക്കണം, ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു. ഇവിടെ കുഡ് ഹെൽപ്പ് എന്ന് ഓക്സിലറിയെ പാസ്റ്റ് രൂപത്തിലേക്ക് ചേർത്തത് ശ്രദ്ധിക്കുക. ഹെൽപ്പ് എന്നുള്ള വേർബ് മാത്രമാണെങ്കിൽ ഐ വിഷ് ഐ ഹെൽപ്പ് ടു യു എന്നാണ് പറയുക. ഐ ക്യാൻ ഹെൽപ്പ് എന്ന് പറയില്ല. ഐ കുഡ് ഹെൽപ്പ് എന്ന് ഓക്സിലറി ഉള്ളത് കൊണ്ട് പാസ്റ്റ് രൂപത്തിലേക്ക് ചേർക്കുക. ഐ വിഷ്. നെക്സ്റ്റ് ക്ലോസ് ടൈപ്പ്. ക്ലോസ് ടൈപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പാസേജിൽ നൽകിയിരിക്കുന്ന ബ്ലാങ്കുകൾ ബ്രാക്കറ്റിലെ പദങ്ങളിൽ നിന്ന് അനുയോജ്യമായതുകൊണ്ട് പൂർത്തീകരിച്ചെഴുതുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ പാസേജ് അർത്ഥമറിഞ്ഞ് ശരിയാം വിധം വായിക്കുക. അപ്പോൾ ഓരോ ബ്ലാങ്കിലും ചേർക്കേണ്ട പദം ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നത് പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, റിലേറ്റീവ് പ്രോനൗൺ തുടങ്ങിയ പദങ്ങളായിരിക്കും. പാസേജിൽ 4-5 ബ്ലാങ്കുകളൊക്കെ ഉണ്ടായിരിക്കും. ആദ്യം കൃത്യമാണെന്ന് ഉറപ്പുള്ളത് ചേർക്കുക. അപ്പോൾ അവസാനത്തെ സംശയമുള്ളതിൽ അവശേഷിക്കുന്ന പദങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ സഹായകരമാകും. നെക്സ്റ്റ് എഡിറ്റിംഗ്. ഒരു പാസേജിൽ 4-5 പദങ്ങൾ തെറ്റാണെന്ന് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ടാകും. മിക്കപ്പോഴും ടെൻസ് മാറ്റം. മൊത്തം പാസേജ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഏതെങ്കിലും 1-2 വേർബൊക്കെ പ്രസൻറ്റ് ഫോമിലേക്ക് നൽകും. അതായിരിക്കും തെറ്റ്. അപ്പോൾ പാസേജ് ഏത് ടെൻസിലാണെന്ന് തിരിച്ചറിയുക. അതിനനുസൃതമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന വേർബിൻ്റെ ടെൻസ് മാറ്റിക്കൊടുക്കുക. അതല്ലെങ്കിൽ സിംഗുലർ പ്ലൂറൽ എന്നുള്ള പ്രോബ്ലം ആയിരിക്കും. സബ്ജക്റ്റ് സിംഗുലറും വേർബ് പ്ലൂറലുമായും തന്നിരിക്കും. അപ്പോൾ വേർബ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ തൊട്ടു മുമ്പുള്ള സബ്ജക്റ്റ് ഏത് രൂപത്തിലാണെന്ന് പരിശോധിക്കുക. അനുയോജ്യവിധം മാറ്റുക. ചിലപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് എന്ന രൂപത്തിലും നൽകും. അപ്പോൾ അത് പ്ലൂറലാക്കി മാറ്റിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ എപ്പോസ്ട്രോഫി ചേർക്കുന്നതിലെ മിസ്റ്റേക്കുകൾ, ക്യാപിറ്റൽ ലെറ്റർ, അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇതൊക്കെയാണ് നൽകുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതിയാൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് എഡിറ്റിംഗ്. എഡിറ്റിംഗ് വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ ഇതിൻ്റെ ചില ടിപ്സും ട്രിക്സും വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് സെൻറ്റൻസ് അനാലിസിസ്. സെൻറ്റൻസ് അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നിരിക്കുന്ന സെൻറ്റൻസ് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസസ്, റിലേറ്റീവ് ക്ലോസസ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഏതാനും ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ 1. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റായിട്ട് വരുന്ന നൗൺ ഫ്രേസ് കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ മാൻ വിത്ത് എ പാർസൽ അണ്ടർ ഹിസ് ആം വാക്സ് അപ്പ് ടു ദി കർട്ടൻ ഡോർ. ഈ സെൻറ്റൻസിൽ വാക്സ് അപ്പ് ടു ദ കർട്ടൻ ഡോർ എന്നുള്ളതാണ് വേർബ് ഫ്രേസ്. അതിലെ വേർബ് പ്രവർത്തിക്കുന്ന ആളാണ് സബ്ജക്റ്റ്. എ മാൻ എന്നുള്ളതിൽ മാൻ എന്നുള്ളതാണ് സബ്ജക്റ്റായിട്ട് വരുന്ന ഹെഡ് നൗൺ. എന്നാൽ
ആ മാൻ എന്നുള്ള സബ്ജക്റ്റ് നൗണിൻ്റെ വിശേഷണ പദങ്ങൾ കൂടെ ഉൾപ്പെടുന്നതാണ് സബ്ജക്റ്റായി വരുന്ന നൗൺ ഫ്രേസ്. എ മാൻ വിത്ത് എ പാർസൽ അണ്ടർ ഹിസ് ആം, ഇത്രയും സബ്ജക്റ്റാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. സബ്ജക്റ്റ് നൗൺ ഫ്രേസ് കണ്ടെത്തിയാൽ പിന്നീട് നമുക്ക് വേർബ് ഫ്രേസ് കണ്ടെത്തുന്നത് എളുപ്പമായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പരിശോധിക്കുക. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ പ്രെഡിക്കേറ്റ് പാർട്ട് ഓർ വേർബ് ഫ്രേസ്. വേർബ് ഫ്രേസിൻ്റെ മറ്റൊരു പേരാണ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് നൗൺ ഫ്രേസ് കഴിഞ്ഞ് ബാക്കി വരുന്നതെല്ലാം പ്രെഡിക്കേറ്റ് ആണ്, അഥവാ വേർബ് ഫ്രേസ് ആയിരിക്കും. ഒന്നാം സെൻറ്റൻസിൽ വാക്സ് അപ്പ് ടു ദ കേർട്ടൻ ഡോർ എന്നുള്ളത് ആ സെൻറ്റൻസിലെ വേർബ് ഫ്രേസ് ആണ്. രണ്ടാം ക്വസ്റ്റ്യനിലെ സെൻറ്റൻസ് പരിശോധിക്കുക. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ആർ വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി ടു ബൈ നാൻ എന്നുള്ള സെൻറ്റൻസിൽ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ എന്നുള്ളത് സബ്ജക്റ്റ് നൗൺ ഫ്രേസും ആർ വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി ടു ബൈ നാൻ എന്നുള്ളത് വേർബ് ഫ്രേസുമാണ്. വിദ്യാർത്ഥികൾ വേർബ് ഫ്രേസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് മാറ്റി ബാക്കി വരുന്നതെല്ലാം തന്നെ വേർബ് ഫ്രേസിൽ ഉൾപ്പെടുത്തുക. ഇതിൻ്റെ ആൻസർ ആർ വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി ടു ബൈ നാൻ എന്നുള്ളതാണ് വേർബ് ഫ്രേസ്. മൂന്നാം സെൻറ്റൻസ് പരിശോധിക്കുക. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ പ്രിപ്പസിഷണൽ ഫ്രേസസ്. സെൻറ്റൻസിൽ നൽകിയിരിക്കുന്ന പ്രിപ്പസിഷണൽ ഫ്രേസുകൾ കണ്ടെത്തുക. പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇംഗ്ലീഷിലെ ഏതെങ്കിലും ഒരു പ്രിപ്പോസിഷനും ആ പ്രിപ്പോസിഷനോട് ചേർന്ന് വരുന്ന നൗൺ ഫ്രേസും അടങ്ങുന്ന ഗ്രൂപ്പാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് പ്രിപ്പോസിഷൻ കഴിഞ്ഞ് അതോടൊപ്പം ഒരു നൗൺ ഫ്രേസ് വേണം, എങ്കിലേ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയാനൊക്കുകയുള്ളൂ. മിക്കപ്പോഴും ടു എന്നുള്ള പദം ഒരു പ്രിപ്പോസിഷനായോ അതല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റീവ് മാർക്കറായോ വരാറുണ്ട്. ഇൻഫിനിറ്റീവ് മാർക്കർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടു എന്നുള്ള പദത്തോടൊപ്പം ഒരു വേർബ് വരുമ്പോൾ, ഉദാഹരണത്തിന് മുൻ സെൻറ്റൻസിലെ ടു ബൈ നാൻ എന്നുള്ളിടത്ത് ടു ബൈ, ടു എന്നുള്ളത് ഒരു പ്രിപ്പോസിഷൻ അല്ല, അതൊരു ഇൻഫിനിറ്റീവ് മാർക്കറാണ്. അതോടൊപ്പം വന്നിരിക്കുന്നത് ബൈ എന്നുള്ള വേർബ് ഫോമാണ്. അതുകൊണ്ട് അത്തരം ഗ്രൂപ്പ് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയി പരിഗണിക്കരുത്. പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്നുള്ളത് പ്രിപ്പോസിഷൻ പ്ലസ് നൗൺ ഫ്രേസ് ആയിരിക്കണം, വേർബ് ആകരുത്. ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിരിക്കുന്നത് വായിച്ചു നോക്കുക. ദി ഔട്ട്ലൈൻ ഓഫ് ബിൽഡിങ്സ് ഇൻ ദ സ്ട്രീറ്റ് ഈസ് സീൻ ഇൻ ദ ഡിസ്റ്റൻസ്. ഈ സെൻറ്റൻസിൽ ഇൻ ദ സ്ട്രീറ്റ്, ഇൻ എന്നുള്ള പ്രിപ്പോസിഷനോടൊപ്പം ദ സ്ട്രീറ്റ് എന്നുള്ള നൗൺ ഫ്രേസ് ഉണ്ട്. അതിനു മുമ്പ് ഓഫ് ബിൽഡിങ്സ്, ഓഫ് എന്നുള്ള പ്രിപ്പോസിഷൻ്റെ കൂടെ ബിൽഡിങ്സ് എന്നുള്ള നൗൺ ഉണ്ട്. അപ്പോൾ ഓഫ് പ്ലസ് നൗൺ ഫ്രേസ് ഓഫ് ബിൽഡിങ്സ് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഇൻ എന്ന പ്രിപ്പോസിഷനോട് ചേർന്ന് ദ സ്ട്രീറ്റ് എന്നുള്ളത് മറ്റൊരു നൗൺ ഫ്രേസ് ആണ്. അതുകൊണ്ട് ഇൻ ദ സ്ട്രീറ്റ് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ദെൻ ഇൻ ദ ഡിസ്റ്റൻസ് എന്നുള്ള ആ ഫ്രേസിൽ ഇൻ എന്ന പ്രിപ്പോസിഷനോട് കൂടെ ദ ഡിസ്റ്റൻസ് എന്നുള്ള മറ്റൊരു നൗൺ ഫ്രേസ് ഉണ്ട്. അതുകൊണ്ട് ഇൻ ദ ഡിസ്റ്റൻസ് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിപ്പോസിഷൻ പ്ലസ് നൗൺ ഫ്രേസ് ആണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. പ്രിപ്പോസിഷൻ പോലുള്ള പദങ്ങൾ കഴിഞ്ഞു വരുന്ന വേർബാണുള്ളതെങ്കിൽ അതൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിട്ട് പരിഗണിക്കരുത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ റിലേറ്റീവ് ക്ലോസ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് വായിച്ച് അതിൽ നിന്ന് റിലേറ്റീവ് ക്ലോസ് കണ്ടെത്തുക എന്നുള്ളതാണ്. റിലേറ്റീവ് ക്ലോസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ആഡ്ജക്റ്റീവ് ക്ലോസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് പോലെ പ്രവർത്തിക്കുന്ന ഒരു ക്ലോസ് ആയിരിക്കും റിലേറ്റീവ് ക്ലോസ്. ക്ലോസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിൻ്റെ ഭാഗം. ആ ഭാഗത്ത് അതിൻ്റേതായ ഒരു സബ്ജക്റ്റും വേർബ് ഫ്രേസും ഉണ്ടായിരിക്കും. എന്നാൽ അത് സ്വന്തമായിട്ട് നിലനിൽക്കില്ല, മറ്റൊരു മെയിൻ ക്ലോസിനോടൊപ്പമായിരിക്കും അതുണ്ടാവുക. ആ മെയിൻ ക്ലോസിലെ
ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു ആഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷൻ ആയിരിക്കും റിലേറ്റീവ് ക്ലോസുകൾ ചെയ്യുന്നത്. ഹൂ, വിച്ച്, ദാറ്റ് എന്നീ റിലേറ്റീവ് പ്രൊനൗണുകൾ കൊണ്ടാണ് മിക്കപ്പോഴും റിലേറ്റീവ് ക്ലോസുകൾ തുടങ്ങുന്നത്. നമുക്കറിയാം വിച്ച്, ഹൂ എന്നീ പദങ്ങൾ ക്വസ്റ്റ്യൻ വേർഡ്സുമാണ്. എന്നാൽ ഇത്തരം ക്ലോസുകൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കില്ല. ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതൊരു ചോദ്യമായിരിക്കും. ക്വസ്റ്റ്യൻ വേർഡുകൾ കൊണ്ട് തുടങ്ങുകയും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയും ചെയ്യുന്ന തരം ക്ലോസുകളാണ് റിലേറ്റീവ് ക്ലോസുകൾ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഹൂ, വിച്ച്, ഹൂം, ഹൂസ്, ദാറ്റ് തുടങ്ങിയ റിലേറ്റീവ് പ്രൊനൗണുകൾ കൊണ്ട് തുടങ്ങി എന്നാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാതെ ഒരു സെൻറ്റൻസിൽ വരുന്ന ഭാഗത്തെ റിലേറ്റീവ് ക്ലോസുകൾ എന്ന രൂപത്തിൽ മനസ്സിലാക്കുക, കണ്ടെത്തുക. നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് പരിശോധിക്കാം. ദ ക്യാമറ ക്ലോസസ് ഇൻ ഓൺ സഹ്റ ഹു ഈസ് റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക്. ഇവിടെ ഹു ഈസ് റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക് എന്നുള്ളതാണ് റിലേറ്റീവ് ക്ലോസ്. ഇത് സഹ്റ എന്ന നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. ഹു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്, പക്ഷേ ക്വസ്റ്റ്യൻ മാർക്കില്ല. അതുകൊണ്ട് ഹു എന്നുള്ളത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് അല്ല, മറിച്ച് അതൊരു റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അതാണ് ആ ക്ലോസിലെ സബ്ജക്റ്റ്. ഈസ് റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക് എന്നുള്ളത് ആ ക്ലോസിൻ്റെ വേർബ് ഫ്രേസ് ആണ്. ഹു ഈസ് റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക് എന്നുള്ള ആ ക്ലോസ് ഇവിടെ ഒരു ആഡ്ജക്റ്റീവിനെ പോലെ സഹ്റ എന്ന നൗണിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദി ഓബ്ജക്റ്റ് പൊസിഷൻ. സെൻറ്റൻസിലെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്ന നൗൺ ഫ്രേസ് കണ്ടെത്തുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് കണ്ടതുപോലെ വേർബിന് വിധേയമാകുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു, പ്രവൃത്തി, അത് ഏറ്റെടുക്കുന്ന ആ പ്രവൃത്തിക്ക് വിധേയമാകുന്ന വസ്തു, വ്യക്തി, അതാണ് ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് സ്ഥാനത്ത് വരുന്ന നൗൺ ഫ്രേസിനെയാണ് കണ്ടെത്തേണ്ടത്. എക്സാമ്പിൾ പരിശോധിക്കാം. അലി puts his pencil on the notebook for her to write. ഈ സെൻറ്റൻസിൽ അലി എന്നുള്ളതാണ് സബ്ജക്റ്റ്, പുട്സ് എന്നുള്ളത് വേർബ്. ആ വേർബിന് വിധേയമാകുന്നത് ഹിസ് പെൻസിൽ എന്നുള്ള നൗൺ ഫ്രേസ് ആണ്. അതാണ് ഒബ്ജക്റ്റ് നൗൺ ഫ്രേസ്. നെക്സ്റ്റ്, സെൻറ്റൻസ് പാറ്റേൺസ്. ഇംഗ്ലീഷിലെ 7 ബേസിക് സെൻറ്റൻസ് പാറ്റേൺസ് എല്ലാ വീഡിയോകളിലും, ഫോക്കസ് ഏരിയ ലെസൺസ് വിശദീകരിക്കുന്ന എല്ലാ വീഡിയോകളിലും ഉദാഹരണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് എജുസ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഗ്രാമറിൽ സെൻറ്റൻസ് പാറ്റേൺസ് എന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഇക്കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന എക്സാമ്പിൾ സെൻറ്റൻസുകൾ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ വിശദീകരിക്കുന്നില്ല. നെക്സ്റ്റ്, ഡിസ്കോഴ്സസ്. ഡിസ്കോഴ്സിൽ ആദ്യം പ്രൊഫൈൽ എന്ന ഡിസ്കോഴ്സാണ് തന്നിരിക്കുന്നത്. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് മാജിദ് മജീദി യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. എക്സാമിൽ ഇത്തരം ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന പേഴ്സണൽ ഡാറ്റ ചില പോയിൻ്റുകളായിട്ട് നൽകും. ആ പോയിൻ്റുകളെ സിമ്പിൾ സെൻറ്റൻസുകളായി ഡെവലപ്പ് ചെയ്ത് സെൻറ്റൻസുകളെ കൃത്യമായ ഓർഡറിൽ ഒരു പ്രൊഫൈൽ പാരഗ്രാഫിലേക്ക് ഡെവലപ്പ് ചെയ്ത് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. ആ വ്യക്തിയുടെ പേര് തന്നെ ടൈറ്റിലായി ഉപയോഗിക്കുക. ഇങ്ങനെയാണ് പ്രൊഫൈൽ പാരഗ്രാഫ് തയ്യാറാക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പ്രൊഫൈൽ തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇംഗ്ലീഷ് എജുസ്പോർട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്കോഴ്സസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ അത് ലഭ്യമാണ്. ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ മോഡൽ പ്രൊഫൈൽ പാസേജ് അല്ലെങ്കിൽ പ്രൊഫൈൽ പാരഗ്രാഫ് തയ്യാറാക്കിയത് വിദ്യാർത്ഥികൾ വായിച്ച് മനസ്സിലാക്കുക. ദെൻ റൈറ്റപ്പ് എഴുതുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ ശരിയാം വിധം വായിച്ച് ഏത് കാര്യത്തെ ഹൈലൈറ്റ് ചെയ്യുന്നത് ആയിരിക്കണം റൈറ്റപ്പ് എന്ന് മനസ്സിലാക്കി ആ രൂപത്തിലേക്കാണ് റൈറ്റപ്പ് എഴുതേണ്ടത്. റൈറ്റപ്പ് ഒരു കഥ പറയുന്ന പോലെ, അധ്യായം ഒരു നറേറ്റീവ് പോലെ വിശദീകരിക്കുന്ന രീതിയല്ല, മറിച്ച്
ഏതെങ്കിലും ഒരു വിഷയം ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കുന്നത്. ആ കാര്യം എടുത്തു പറയുക. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വായിക്കാം. Prepare a write-up on the care and concern in Ali's family in the light of your reading the screenplay My Sister's Shoes. My Sister's Shoes എന്നുള്ള ഈ സ്ക്രീൻ പ്ലേ വായിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അലിയുടെ കുടുംബത്തിലെ കെയർ ആൻഡ് കൺസേൺ, അവരുടെ കരുതലും സ്നേഹവും അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം തമ്മിലുള്ള ആ ശ്രദ്ധയും ആകാംക്ഷയും ഒക്കെ വിശദമാക്കുന്ന രൂപത്തിലുള്ള ഒരു റൈറ്റപ്പാണ് തയ്യാറാക്കേണ്ടത്. ഒരു കുടുംബത്തിലെ സ്നേഹവും കരുതലും. ഒരു റൈറ്റപ്പ് തയ്യാറാക്കുമ്പോൾ വിഷയവുമായി ബന്ധപ്പെടുന്ന ഒരു ടൈറ്റിൽ നൽകാൻ ശ്രദ്ധിക്കണം. ഇവിടെ നൽകിയിരിക്കുന്നത് പോലെ എ ടിപ്പിക്കൽ ഇറാനിയൻ വർക്കിംഗ് ക്ലാസ് ഫാമിലി. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വിശദീകരിക്കുക. വിദ്യാർത്ഥികൾ ഈ റൈറ്റപ്പ് വായിച്ച് മനസ്സിലാക്കും. നെക്സ്റ്റ്, ഡയറി എൻട്രി. ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻ വിദ്യാർത്ഥികൾ ശരിയാം വിധം വായിച്ച് കഥാപാത്രത്തിൻ്റെ ഏത് ഫീലിങ്സാണ് ഡയറി കുറിപ്പിലൂടെ പ്രകടമാകേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനനുസൃതമായ വാക്കുകളും പ്രയോഗങ്ങളും ഡയറിയിൽ ഉൾപ്പെടുത്തുക. ഡയറി ഒരുപാട് വിശദീകരിച്ച് ഒരു നെറേറ്റീവ് പോലെ വിശദമായി പറയേണ്ട ഒന്നല്ല. ആവശ്യമായ കാര്യങ്ങൾ വളരെ ഒതുക്കി ചുരുങ്ങിയ വാക്കുകളിൽ എഴുതുക. പേജിന് മുകൾ വശത്ത് ഡേയും ഡേറ്റും രേഖപ്പെടുത്തുക. കഥാപാത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗണുകൾ ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. Ali was very much frightened and depressed when he lost his sister's shoes. But when he discussed the matter with his sister and they found a solution, he was a little relieved. Imagine he writes his thoughts in his diary. How would it be? തൻ്റെ സഹോദരിയുടെ ഷൂസ് നഷ്ടപ്പെട്ടപ്പോൾ അലിക്ക് നിരാശയും ഭയവും തോന്നി. എന്നാൽ ഈ കാര്യം സഹോദരിയുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അവനല്പം ആശ്വാസം തോന്നി. അവൻ്റെ വികാരങ്ങൾ, ചിന്തകൾ അവൻ ഡയറി കുറിപ്പിൽ രേഖപ്പെടുത്തി. ഇത്തരത്തിലുള്ള ഒരു ഡയറിയാണ് വേണ്ടത്. ഇതിൻ്റെ ഒരു ആൻസർ എന്ന രൂപത്തിൽ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഡയറി കുറിപ്പ് വിദ്യാർത്ഥികൾ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ്, നെറേറ്റീവ്. നെറേറ്റീവ് എന്നുള്ളതാണ് നാം വിശദീകരിച്ച് ഒരു കഥ പറയുന്ന പോലെ പറയുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ ടൈറ്റിൽ നൽകണം. ക്വസ്റ്റ്യൻ ശരിയാം വിധം വായിച്ച് ആരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ്, ആരുടെ അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. കഥ പറയുന്ന നെറേറ്ററുടെ സ്വന്തം അനുഭവം അയാളുടെ കാഴ്ചപ്പാടിൽ നിന്ന്, പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പറയുന്നത് എങ്കിൽ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവാണ് തയ്യാറാക്കേണ്ടത്. അത്തരം ഘട്ടത്തിൽ ഐ, മീ, മൈ തുടങ്ങിയ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗണുകളാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ നെറേറ്റർ, കഥ പറയുന്ന ആൾ മറ്റൊരു കഥാപാത്രത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും അയാളുടെ ചിന്തകളെക്കുറിച്ചുമാണ് പറയുന്നതെങ്കിൽ അതൊരു തേർഡ് പേഴ്സൺ നെറേറ്റീവ് ആയിരിക്കും. ഹി, ഷീ, ദേ, ഹിസ്, ഹെർ, ദെയർ തുടങ്ങിയ പ്രൊനൗണുകളാണ് അത്തരം ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നൽകിയത് വായിച്ചു നോക്കുക. യു ഹാവ് റെഡ് ദ സ്ക്രീൻ പ്ലേ മൈ സിസ്റ്റേഴ്സ് ഷൂസ് and you want to narrate the story to one of your friends. Prepare the likely narrative. My Sister's Shoes എന്ന ആ സ്ക്രീൻ പ്ലേ നിങ്ങൾ വായിച്ച് അതിലെ കാര്യങ്ങൾ ഒരു കഥ പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് പറയുന്നു. അപ്പോൾ അതിനനുസൃതമായ ഒരു നെറേറ്റീവ് തയ്യാറാക്കുക. ഇവിടെ നിങ്ങൾ വായിച്ച അലി ആൻഡ് സെഹ്റ എന്നീ രണ്ട് കുട്ടികളുടെ കഥ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുകയാണ്. സ്വാഭാവികമായും കഥ പറയുന്ന ആളുടെ അനുഭവങ്ങളല്ല, മറ്റ് രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു തേർഡ് പേഴ്സൺ നെറേറ്റീവാണ് ആവശ്യം. ഇവിടെ നൽകിയിരിക്കുന്ന ഈ നെറേറ്റീവ് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ്, റിവ്യൂ. റിവ്യൂ തയ്യാറാക്കുമ്പോൾ നേരത്തെ റൈറ്റപ്പിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ
ഇതൊരു നെറേറ്റീവ് പോലെ കഥ പറയുകയല്ല, ആ കഥയെക്കുറിച്ച് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുകയാണ്. ക്വസ്റ്റ്യൻ വായിച്ച് എന്താണ് റിവ്യൂവിൽ ഉൾപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കി നമ്മുടെ അഭിപ്രായങ്ങൾ കൂടെ ചേർത്തുകൊണ്ടാണ് പറയേണ്ടത്. ഒരു ടൈറ്റിൽ നൽകണം. മിക്കപ്പോഴും ഏതാണോ അധ്യായം അല്ലെങ്കിൽ കഥ അതിൻ്റെ പേരിനോടൊപ്പം എ റിവ്യൂ എന്ന് ചേർത്താൽ മതി. ഉദാഹരണത്തിന് മൈ സിസ്റ്റേഴ്സ് ഷൂസ് എ റിവ്യൂ, ഈ രൂപത്തിൽ. ഇവിടെ നൽകിയിരിക്കുന്ന ഈ റിവ്യൂ വായിച്ച് ഇതൊരു മോഡലാക്കി വിദ്യാർത്ഥികൾ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തമായി റിവ്യൂ തയ്യാറാക്കി പരിശീലിക്കുക. നെക്സ്റ്റ് പാരഗ്രാഫ്. Write a paragraph about the event of Ali losing his sister's shoes, which becomes a turning point in the course of the story. ഈ കഥാഗതിയുടെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറുന്നത് അലിയുടെ കൈവശം നിന്ന് സഹോദരിയുടെ ഷൂസ് നഷ്ടപ്പെടുന്ന ആ സംഭവമാണ്. അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ വായിച്ച് എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഇവൻറ്റിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ഈ മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് കോൺവെർസേഷൻ. കോൺവെർസേഷൻ എഴുതുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഒരു തുടക്കം, കഥാപാത്രങ്ങൾ പരസ്പരം വിഷ് ചെയ്തുകൊണ്ട് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി, ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഏത് സന്ദർഭമാണ്, എന്താണ് വിഷയം എന്ന് മനസ്സിലാക്കി കോൺവെർസേഷൻ ആ വിഷയത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് അവസാനിപ്പിക്കുന്നതും പരസ്പരം വിഷ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒതുക്കിയ രൂപത്തിലായിരിക്കണം. കോൺവെർസേഷൻ എഴുതുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ലെങ്തി ആയിട്ടോ എന്നാൽ വളരെ ഷോർട്ടായിട്ടോ അല്ല എഴുതേണ്ടത്. 5, 6, 7 എന്നിങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളാണ് വേണ്ടത്. ഒരു എക്സ്ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കഥാപാത്രം ഒരു കാര്യം പറയുന്നു, മറ്റ് കഥാപാത്രം അതിനോട് പ്രതികരിക്കുന്നു. ഇങ്ങനെ അവർക്കിടയിലുള്ള ഒരു ഡയലോഗ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ഡയലോഗാണ് ഒരു എക്സ്ചേഞ്ച്. അങ്ങനെ 5 മുതൽ 8 വരെയുള്ള എക്സ്ചേഞ്ചുകളാകാം. 6, 7, 8 അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ലെങ്തി ആകും, 5ൽ താഴെ വരുമ്പോൾ വളരെ ഷോർട്ടാകും. അപ്പോൾ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ളത് 6, 7, 8 എന്നിങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾ ഉൾപ്പെടുന്ന കോൺവെർസേഷൻ തയ്യാറാക്കി പരിശീലിക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും വിദ്യാർത്ഥികൾ വായിച്ചു നോക്കുക. ഇത്രയും ഡിസ്കോഴ്സ് ഐറ്റംസാണ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന അധ്യായത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ഈ വീഡിയോയുടെ കണ്ടൻറ്റ് PDF രൂപത്തിൽ കാണാനുള്ള ലിങ്ക് നൽകുന്നുണ്ട്. അതുപയോഗിച്ച് ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് ബ്ലോഗ് സന്ദർശിച്ച് PDF കാണുക. കൂടുതൽ കാര്യങ്ങൾ വായിച്ച് കോപ്പി ചെയ്ത് മനസ്സിലാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.